ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓൺലൈനായിട്ട് വരുമാന സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ നമുക്ക് എങ്ങനെ സമർപ്പിക്കാം എന്നുള്ളതാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ ഇൻഫർമേറ്റീവ് ആകുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഇ ഡിസ്ട്രിക്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്യാം. സോ അന്നേരം ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഇതിനുള്ളിൽ നമുക്കൊരു അക്കൗണ്ട് വേണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അക്കൗണ്ട് ഇല്ല എങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. അതിനകത്ത് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഏതാണ്, വീട്ടുപേര്, ലൊക്കാലിറ്റി, മൊബൈൽ നമ്പർ, നിങ്ങളുടെ ജില്ല, പ്ലേസ്, ആധാർ കാർഡ് നമ്പർ, നിങ്ങളുടെ ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി കൊടുക്കുക. വാലിഡ് കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയാണ് നിങ്ങളുടെ ലോഗിൻ ആയിട്ട് വരിക. അതിനുശേഷം നിങ്ങൾ സ്യൂട്ടബിൾ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡിനകത്ത് യൂഷ്വലി ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മോൾ ലെറ്റർ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, നമ്പർ, ഇത്രയാണ്. ഒരു 8 to 12 ഇതിൽ വരുന്ന ഫീച്ചേഴ്സിൽ വരുന്ന ക്യാരക്ടേഴ്സിൽ വരുന്ന രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഒരു റിക്കവറി ക്വസ്റ്റ്യൻ, അതായത് ഫോർ എക്സാമ്പിൾ ഹു ഈസ് യുവർ ഫേവറേറ്റ് ടീച്ചർ, വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ പെറ്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. അതായത് നമുക്ക് നമ്മൾ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി, പാസ്വേഡ് മറന്നുപോയാൽ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി റിക്കവറി ക്വസ്റ്റ്യനും റിക്കവറി ആൻസറും കൊടുക്കുക. അതിനുശേഷം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്നുണ്ടെങ്കിൽ ക്യാരക്ടർ കൊടുക്കുക. ഐ എഗ്രി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവർക്ക് ആധാറിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കണം. അതായത് ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നോ ആ OTPക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം വാലിഡേറ്റ് കൊടുത്തു കഴിഞ്ഞ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റഡ് ആയി. അപ്പം നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ജനറേറ്റ് ചെയ്തതിന് ശേഷം സൈൻ ഇൻ പോവുക. അവിടെ നിങ്ങളുടെ ലോഗിൻ നെയിം കൊടുക്കുക. അതുപോലെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ തന്നിരിക്കുന്ന ക്യാപ്ച ഏതാണോ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. സൈൻ ഇൻ പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കാണ് ചെല്ലുക. ഇന്റർഫേസിലേക്ക് ചെല്ലുമ്പോൾ സെക്കൻഡ് ആയിട്ട് നിങ്ങൾ കാണാം വൺ ടൈം രജിസ്ട്രേഷൻ. ആരുടെ പേരിലാണോ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് അവൈൽ ചെയ്യേണ്ട താല്പര്യമുള്ളത് അവരുടെ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ നടത്താനായിട്ട് ആപ്ലിക്കന്റ് രജിസ്ട്രേഷനിൽ പോയി ആരുടെ പേരിലാണ് സർവീസ് വേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് സാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിലാണെങ്കിൽ സാബു എന്ന് എടുക്കുക. അയാളുടെ ജെൻഡർ എന്താണ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് എന്താണ്, ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ അപ്ലോഡ് ഇല്ലെങ്കിൽ വേണ്ട. പ്രസന്റ് അഡ്രസ്സ്, പെർമനന്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ള വിലാസം. പ്രസന്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾ ഇവിടെ ഒരു മാറി താമസിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അഡ്രസ്സ്. രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ പ്രസന്റ് അഡ്രസ്സ് എൻ്റർ ചെയ്തതിനു ശേഷം സെയിം ആസ് ഫോർ എന്ന് കൊടുത്താൽ രണ്ടിടത്തും എൻ്റർ ആയിക്കോളും. ഓക്കെ. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽ, അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ മതം, ഏത് കാറ്റഗറിയിൽ പെട്ടതാണ്, അച്ഛൻ്റെ ജാതി ഏത്, അമ്മയുടെ പേര്, അമ്മയുടെ മതം, അമ്മയുടെ ഏത് കാറ്റഗറിയാണ്, അമ്മയുടെ ജാതി ഏത്, നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ത്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, റേഷൻ കാർഡ് നമ്പർ, ഇത്രയൊക്കെ കൊടുത്താൽ മതി. ബാക്കി SLC രജിസ്റ്റർ നമ്പർ, SLC ഒന്നും അത്ര സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഡേറ്റ, അതായത് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, സർട്ടിഫിക്കറ്റ് സർവീസിൽ പോയി ഇവിടെ സർട്ടിഫിക്കറ്റ് സർവീസിനകത്ത് സോഷ്യോ എക്കണോമിക് റിലേറ്റഡ് സർട്ടിഫിക്കറ്റ്സ് കാണിച്ചിരിക്കും. അതിനകത്ത് ഇൻകം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. ഏത് സ്റ്റേറ്റ് പർപ്പസിന് വേണ്ടിയാണോ അതോ സെൻട്രൽ പർപ്പസിന് വേണ്ടിയാണോ, ഈ ഡിസ്ട്രിക്ട് രജിസ്റ്റർ നമ്പർ, ആരുടെ പേരാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുക്കാൻ താല്പര്യമുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അയാളുടെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം എങ്കിൽ അയാളുടെ പേര് ഓട്ടോമാറ്റിക്കലി വരും. ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ബാക്കിയുള്ള ഇൻകം ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൂടി ആഡ് ചെയ്യണം, ഇല്ലെങ്കിൽ അയാളുടെ മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം പ്രോപ്പർട്ടി ഡീറ്റെയിൽ, ഏത് ജില്ലയിൽ, ഏത് താലൂക്കിൽ, ഏത് വില്ലേജിലാണ്, ഏത് സർവേ നമ്പർ പ്രകാരമാണ് നിങ്ങളുടെ പ്രോപ്പർട്ടി ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി എൻ്റർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങളിത് ആദ്യം കയറുമ്പോൾ നിങ്ങളത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ആപ്ലിക്കന്റെ പേര്, റിലേഷൻ സെൽഫ്, ഫോർ എക്സാമ്പിൾ ആരുടെ പേരാണ് പ്രോപ്പർട്ടി. ഫോർ എക്സാമ്പിൾ ഇപ്പം സാബുവിന്റെ മകൻ ജോണിക്ക് വേണ്ടി, ഇപ്പം ജോണിയുടെയാണ് വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ജോണിയും സാബുവും തമ്മിലുള്ള ബന്ധം ഇവിടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം എന്താണ്, സേവ് ആൻഡ് ഫോർവേഡ് കൊടുക്കുക. സേവ് ആൻഡ് ഫോർവേഡ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഒരു അഫിഡവിറ്റ് ചോദിക്കുന്നത്. അഫിഡവിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻകം സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു അഫിഡവിറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, ഇതിൽ കൂടുതൽ വരുമാന മാർഗ്ഗങ്ങളൊന്നും നമുക്കില്ല എന്നും പറഞ്ഞിട്ട് അഫിഡവിറ്റ് കൊടുക്കേണ്ടതാണ്. അഫിഡവിറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ വീഡിയോയിൽ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കണ്ടു നോക്കുക. അതിനുശേഷം ഈ അഫിഡവിറ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾ അഫിഡവിറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. PDF ആയിട്ട് അഫിഡവിറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ദെൻ സേവ് കൊടുക്കുക. ഫയൽ സൈസ് എന്ന് പറയുന്നത് 1 MB താഴെ ആയിരിക്കണം. സോ അതിനെ കംപ്രസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് കംപ്രസ് PDF പോവുക. കംപ്രസ് PDF പോയി ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത PDF ഫയൽ, നമ്മൾ കൊടുത്തിരിക്കുന്ന PDF എവിടെയാണോ അവിടെ നിന്ന് ആ PDF ചൂസ് ചെയ്യുക.
സോ ഏത് MB യിലേക്കാണ് വരുന്നത് നമുക്ക് നോക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഡൗൺലോഡ് ദ കംപ്രസ്ഡ് ഫയൽ. നമ്മൾ ആ ഫയൽ കംപ്രസ് ചെയ്യുക. ഇപ്പോൾ കംപ്രസ് ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്യും. അതിനുശേഷം ഇതിനെ അറ്റാച്ച് ചെയ്ത് നോക്കാം. നേരെ പോർട്ടലിലേക്ക് പോവുക, ചൂസ് ദ ഫയൽ. ഇപ്പോൾ യൂഷ്വലി നമ്മൾ ഡൗൺലോഡ് ചെയ്തതിനകത്ത് കാണും. ഡൗൺലോഡ് ചെയ്ത് കംപ്രസ്ഡ് സെലക്ട് ചെയ്യുക, സേവ് ചെയ്ത് നോക്കുക. അപ്ലോഡ് ഫയൽ സൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ മാക്സിമം ലിമിറ്റ്. ഇവർ പറയുന്ന ഫയൽ സൈസ് എത്രയാണ്? 100 KB താഴെയായിരിക്കണം. PDF ഡോക്യുമെന്റോടെ ഫയൽ സൈസ് ഷുഡ് ബി 100 KB താഴെയായിരിക്കണം. ഓക്കെ, ഫൈൻ. സോ അങ്ങനെയാണ് നമുക്ക് വീണ്ടും ഒന്ന് വേറെ ഒരു ഓപ്ഷൻ നോക്കാം. സ്മോൾ PDF, ചൂസ് ദ ഫയൽ. നമുക്ക് കംപ്രസ്ഡ് ഫയലിനെ തന്നെ സെലക്ട് ചെയ്യാം. 100 KB താഴെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ബേസിക് കംപ്രഷൻ 83 KB വന്നിട്ടുണ്ട്. സോ 83 KB നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ഫയൽ ഡൗൺലോഡ് ചെയ്തു. അതിനുശേഷം ചൂസ് ദ ഫയൽ, ഡൗൺലോഡിൽ പോയി ന്യൂലി കംപ്രസ്ഡ് ഫയൽ സെലക്ട് ചെയ്യുക, സേവ് കൊടുക്കുക. ഡോക്യുമെന്റ് അപ്ലോഡ് സക്സസ്ഫുള്ളി. ദെൻ പിന്നെ അവർ ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് സാലറി സർട്ടിഫിക്കറ്റ്. സാലറി സർട്ടിഫിക്കറ്റ് നമുക്ക് ഇൻകം പേ ചെയ്യുന്ന സാലറി പേ കിട്ടുന്ന സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഡോക്യുമെന്റ് റെഫറൻസ് നമ്പർ, ഫോർ എക്സാമ്പിൾ റേഷൻ കാർഡ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ റേഷൻ കാർഡിന്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇനി സാലറി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് എനി ഡോക്യുമെന്റ് ഫോർ സർട്ടിഫൈങ് ദ ഇൻകം, വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ടുണ്ടോ? ശരിക്കും ലൈക്ക് ഓക്കെ, അതിനുശേഷം നെക്സ്റ്റിലേക്ക് പോവുക. നെക്സ്റ്റ്. സോ നമ്മളിവിടെ പേ ചെയ്യേണ്ടതെന്ന് പറയുന്നത് 15 രൂപയാണ്. ആപ്ലിക്കേഷൻ്റെ ഫീസ് എന്ന് പറയുന്നത് 15 രൂപയാണ്. ആ പേയ്മെന്റ് സെക്ഷനിലേക്ക് നമ്മൾ പോവേണ്ടിയിരിക്കും. സോ മേക്ക് പേയ്മെന്റ് പോവുക. പേയ്മെന്റ് നമുക്ക് UPI വെച്ചിട്ടോ QR കോഡ് വെച്ചിട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പേയ്മെന്റ് നടത്താവുന്നതാണ്. സോ പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോവുക. സോ ഏതെങ്കിലും ഒരു QR, ഏത് QR നിങ്ങളുടെ ഇഷ്ടം, ഭീം, UPI ഏത് QR സെലക്ട് ചെയ്യുക, മേക്ക് ദ പേയ്മെന്റ്. സോ അതിനുശേഷം ഇത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് 15 രൂപ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേയ്മെന്റ് സക്സസ്ഫുൾ ആയെന്ന് കാണിക്കും. ഓട്ടോമാറ്റിക്കലി എന്താണ് അവിടെ നിന്ന് ലോഗ് ഔട്ട് ആവും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. വീണ്ടും സൈൻ ഇൻ ചെയ്യുക. നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക. ക്യാപ്ച എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാനായിട്ട് പറ്റും. ആരുടെ പേരിലാണ് ആപ്ലിക്കേഷൻ നമ്പർ, ആളുടെ പേര്, സർട്ടിഫിക്കറ്റ് സർവീസസ് ഇൻകം എന്നാണ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തത്, ഏത് വില്ലേജ് ഓഫീസാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, ഈ വ്യക്തിയുടെ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് സർട്ടിഫിക്കറ്റ് റെഡി ആകുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നു. അതല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് കൂടി നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അന്നേരം അപ്പോൾ അത് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരുന്നതാണ്. സർട്ടിഫിക്കറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. സർട്ടിഫിക്കറ്റ് വരുമ്പോൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, please like to this particular video, share with your friends, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.